30,000 ശമ്പളം കിട്ടുന്നാൽ എങ്ങനെ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്യണം? അതിനൊരു ബഡ്ജറ്റ് റൂൾ ഉണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് എത്രയാണോ ശമ്പളം അത് ഈ രീതിയിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യണം. 50% നീഡ്സിന്, 30% വാണ്ട്സിന്, ബാക്കിയുള്ള 20% ഇൻവെസ്റ്റിങ്ങിനുമായിട്ട് നിങ്ങൾ അത് സ്പ്ലിറ്റ് ചെയ്തിരിക്കണം. നമുക്കൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് സാലറി 30,000 രൂപയാണെങ്കിൽ അതിൽ 15,000 രൂപ നിങ്ങളുടെ നീഡ്സിനും 9,000 രൂപ നിങ്ങളുടെ വാണ്ട്സിനും ബാക്കിയുള്ള 20%-മായ 6,000 രൂപ നിങ്ങളുടെ ഇൻവെസ്റ്റിങ്ങിനുമാണ് ഉപയോഗിക്കേണ്ടത്. അതിനു പുറമെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കണം. FDയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലോ സൂക്ഷിക്കുക. ഏറ്റവും കുറഞ്ഞത് 3 മാസത്തെ ശമ്പളമെങ്കിലും എമർജൻസി ഫണ്ടായി നിങ്ങൾ മാറ്റി വെച്ചിരിക്കണം. കൂടാതെ ഇൻഷുറൻസ് എടുക്കാൻ മറക്കില്ല. ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും നിർബന്ധമായി എടുത്തിരിക്കണം. കാരണം ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ സേവിങ്സ് ഇല്ലാതെയാകാം. ആക്സിഡൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയും ഫാമിലിയും സുരക്ഷിതമായിട്ടിരിക്കാൻ ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തിരിക്കണം. നിങ്ങളുടെ സാലറി എത്ര തന്നെ ആയാലും ഈ പറഞ്ഞ രീതിയിൽ ബഡ്ജറ്റ് ചെയ്തിരിക്കണം. കൂടാതെ തന്നെ എമർജൻസി ഫണ്ടും ഇൻഷുറൻസും ഉറപ്പാക്കിയിരിക്കണം. ഈ ബഡ്ജറ്റിംഗ് റൂൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ മനസ്സിലാക്കാനായി പേജ് ഫോളോ ചെയ്യും. നിങ്ങൾ എങ്ങനെയാണ് ബഡ്ജറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യുക.